കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കേരളത്തിൽ മൊത്തം ഒരു UDF തരംഗമായിരുന്നു. അതിൻ്റെ ഭാഗമായി കാളികാവിലെ 22 സീറ്റിൽ 19 സീറ്റിൽ UDFും 3 സീറ്റിൽ LDFും. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച എല്ലാ ജനപ്രതിനിധികളും കഴിഞ്ഞ ഞായറാഴ്ച 21-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത് ഔദ്യോഗികമായി ഒരു വാർഡ് മെമ്പറായി അധികാരമേറ്റു. ഇന്നാണ് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് രാവിലെ 10 മണിക്കും വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് 2 മണിക്കും നടക്കുന്നത്. അങ്ങനെ നമ്മുടെ കാളികാവ് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൻ്റെ വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. UDF ധാരണ പ്രകാരം ആദ്യത്തെ 2.5 വർഷം കോൺഗ്രസ് പ്രസിഡൻ്റാകുമ്പോൾ മുസ്ലിം ലീഗിൽ നിന്ന് വൈസ് പ്രസിഡൻറ്റും, പിന്നീട് വരുന്ന 2.5 വർഷം മുസ്ലിം ലീഗ് പ്രസിഡൻ്റാകുമ്പോൾ വൈസ് പ്രസിഡൻറ്റ് കോൺഗ്രസിൽ നിന്ന്. അങ്ങനെ നമ്മുടെ കാളികാവ് പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിൽ UDF ധാരണ പ്രകാരം ആദ്യത്തെ 2.5 വർഷം കോൺഗ്രസിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡൻ്റാകുന്നത് ചെങ്കോട് വാർഡിൽ നിന്ന് മത്സരിച്ച് ജയിച്ച രമാരാജനാണ്. നിർദ്ദേശത്തിന് 22-ാം വാർഡ് മെമ്പറായ സവാദ് എന്ന് ഞാൻ നിന്നു. തെരഞ്ഞെടുക്കപ്പെട്ട അംഗമായ രമാരാജൻ എന്നയാൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ലൈല PK പള്ളിശ്ശേരി വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അവർ നാമനിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നാമനിർദ്ദേശം ചെയ്തത് 22 പൂങ്കോട് മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അംഗമായ ശ്രീ ഷവാദ് പിന്താങ്ങുകയും ചെയ്തതായിട്ട് അറിയിക്കുന്നു. വേറെ പേരൊന്നും നിർദ്ദേശിക്കാത്തത് കൊണ്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്രീമതി രമാരാജനെ വൈകേണ്ടതിനെ തെരഞ്ഞെടുക്കായിരുന്നു. കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട രമാരാജൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു.